ലോക്സഭയിലും നിയമസഭയിലും പണം വാങ്ങി വോട്ട് ചെയ്യുന്ന MLA-മാർക്കും MP-മാർക്കുമുള്ള പരിരക്ഷ സുപ്രീം കോടതി എടുത്തു കളഞ്ഞിരിക്കുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന MLA-മാർക്കെതിരെ നടപടിയെടുക്കാനും ക്രിമിനൽ പ്രോസിക്യൂഷൻ തുടങ്ങാനുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. എന്നോടൊപ്പം ഇപ്പോൾ B. ബാലഗോപാലുണ്ട്. ബാലു, എന്താണ് ഈ നിർണായക വിധിയിലെ പ്രധാനമായ കണ്ടെത്തലുകൾ? വളരെ സുപ്രധാനമായ വിധി പ്രസ്താവമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള 7-അംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് കൈക്കൂലിക്ക് പാർലമെന്ററി പരിരക്ഷയില്ല എന്നതാണ്. കൈക്കൂലി, കോഴ എന്നിവ വാങ്ങുകയാണെങ്കിൽ അവർക്ക് പാർലമെന്ററി പരിരക്ഷയില്ല എന്നുള്ളതാണ്. ഭരണഘടനയുടെ 105(2), 194(2) വകുപ്പുകൾ പ്രകാരം പാർലമെന്റ് അംഗങ്ങൾക്കും നിയമസഭാ അംഗങ്ങൾക്കും അവർ പാർലമെന്റിനോ അല്ലെങ്കിൽ ഈ സഭകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പരിരക്ഷ ഉണ്ട് എന്നുള്ളൊരു വാദമായിരുന്നു നേരത്തെ നരസിംഹറാവു കേസിൽ 1998 സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധി പ്രസ്താവത്തിൽ ഈ വോട്ടിന് കോഴ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായാൽ അവർക്ക് പാർലമെന്ററി പരിരക്ഷ ഉണ്ടാകുമെന്ന് വിധിച്ചിരുന്നു. ആ വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഇന്ന് ഏകകണ്ഠമായി സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ച് ഈ അത്തരം പരിരക്ഷ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനർത്ഥം ഇത്രയാണ്: ഇനി മുതൽ പാർലമെൻറ്റിനുള്ളിൽ ഏതെങ്കിലും MP-മാരോ അല്ലെങ്കിൽ നിയമസഭകളിൽ MLA-മാരോ ഒക്കെ ഈ പ്രസംഗത്തിനോ വോട്ടിനോ മറ്റോ കോഴ വാങ്ങുകയാണെങ്കിൽ അവർ വിചാരണ നേരിടണം. അവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസെടുക്കാം. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണ അംഗങ്ങൾ നേരിടണമെന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഈ വിധി പ്രസ്താവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകമെന്ന് പറയുന്നത് ഈ 2 ഭരണഘടനാ അനുച്ഛേദങ്ങൾ, അതായത് 105-ഉം 194-ഉം, അത് വെച്ചിരിക്കുന്നത് നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ അംഗങ്ങൾക്ക് ഭയമില്ലാതെ, ഭീഷണിയില്ലാതെ തന്നെ കാര്യങ്ങൾ പറയാനും പ്രവർത്തനം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ്. ആ ഒരു ഘടകത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. നിങ്ങൾ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ഒരു ആസ്പെക്ട് മാത്രമാണ് ഇതിൽ സുപ്രീം കോടതി എന്നൊരു ആംഗിൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്നു. കോഴ വാങ്ങുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾ ഈ ക്രിമിനൽ പ്രോസിക്യൂഷൻ നേരിടേണ്ടതുള്ളൂ. പക്ഷേ അല്ലാതെ താഴെക്കൂടത്തിന് താഴെ, അതായത് പാർലമെന്റിലെ, ലോക്സഭയിലെയോ രാജ്യസഭയിലെയോ നിയമസഭയിലെയോ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഭയമില്ലാതെയും ഒരു ഭീഷണിയില്ലാതെയും നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും ചർച്ച ചെയ്യാനും ഇപ്പോഴും അവകാശമുണ്ട്, അവസരമുണ്ട് എന്നല്ലേ. അതാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അഴിമതിക്കുള്ള പാർലമെന്ററി പരിരക്ഷയാണ്. അതിന് ഒരു കാരണവശാലും അത്തരം ഒരു പരിരക്ഷ അവകാശപ്പെടാൻ വേണ്ടി പറ്റില്ല. ഈ അഴിമതി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഒഫൻസാണ്. ആ ഒഫൻസിന് അടിസ്ഥാനത്തിൽ അതിനെ ഒരു അംഗത്തിന്റെ പാർലമെന്ററി പ്രിവിലേജിന്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വസന്ത, അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൽ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം വളരെ പ്രധാനമായും ചീഫ് ജസ്റ്റിസ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസിനുമായി ബന്ധപ്പെട്ടുള്ളതും ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസാണ്. കാരണം 2012-ൽ ജാർഖണ്ഡിൽ നിന്നുള്ള സീതാ സോറൻ അന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങി വോട്ട് ചെയ്തുവെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി ലഭിക്കുന്നു. തുടർന്ന് അത് CBI അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളിലായിരുന്നു സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് വളരെ ചർച്ചയാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുന്നു, അതിലൊക്കെ ഈ പണം വാങ്ങി പലരും വോട്ട് മാറ്റുന്നു എന്നൊക്കെ ഉള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഈ വിധി പ്രസ്താവത്തിലെ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് അംഗങ്ങളോ ഈ നിയമസഭാ അംഗങ്ങളോ MLA-മാരോ മറ്റോ പണം വാങ്ങി അവർ വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിചാരണ അവർ നേരിടണം എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ നരസിംഹറാവു ജഡ്ജ്മെന്റിൽ ഒരു ചെറിയൊരു പാരഡോക്സ് ഉണ്ടായിരുന്നു. അതായത് പണം വാങ്ങി വോട്ട് ചെയ്തില്ലെങ്കിലും എന്നുള്ള അതിലും ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതെ. പണം വാങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച ആൾക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. പണം വാങ്ങിയിട്ട് ഈ വാങ്ങുന്ന ആൾക്ക് വോട്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകാം. അതും ഇക്കാര്യത്തിൽ ഈ വിധിയിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. രണ്ട് സാഹചര്യങ്ങളിലും ക്രിമിനൽ നടപടി നേരിട്ടേ പറ്റൂ. എന്തായാലും ഇത് വളരെ ദൂരവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ദൂരവ്യാപകമായി ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ സ്വാധീനം ചെലുത്താവുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്.